നമസ്കാരം. ലബനനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഹിസ്ബുള്ളയുടെ ഒരു പരമോന്നത നേതാവ് കൂടി കൊല്ലപ്പെട്ടു. മുഹമ്മദ് അൽവാനിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 2 ആഴ്ച മുമ്പ് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ഇയാൾ ചികിത്സയിലായിരുന്നു. ഈ മാസം 12-ന് ഇയാൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് നേർക്ക് ഇസ്രായേൽ വ്യോമസേന ആക്രമണം നടത്തുകയായിരുന്നു. മറൂൺ അൽ റാസ് എന്ന ഗ്രാമമേഖലയിലാണ് ഇയാളും കൂടെയുള്ള ഹിസ്ബുള്ള തീവ്രവാദികളും പ്രവർത്തിച്ചിരുന്നത്. ഇയാൾ ഹിസ്ബുള്ളയുടെ കമാൻഡർ പദവി വഹിക്കുന്ന ആളാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനകം ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 100ഓളം പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് തീവ്രവാദികൾ ആരോപിക്കുന്നത്. ഇതിൽ സാധാരണക്കാരാണ് കൂടുതൽ പേരും എന്നും അവർ ആരോപിക്കുന്നു. ഇസ്രായേൽ യാതൊരു തരത്തിലുമുള്ള തത്വദീക്ഷയും പാലിക്കാതെ നിരന്തരമായി ജനവാസ മേഖലകളിൽ ആക്രമണം നടത്തുകയാണ് എന്നാണ് ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ ആരോപിക്കുന്നത്. അതേസമയം ഗാസയിലെ പ്രധാനപ്പെട്ട ഹമാസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയാണ്. മാത്രമല്ല വീടുകൾ തോറുള്ള തെരച്ചിലുണ്ട്. കൂടാതെ ഇവിടുത്തെ ഹമാസ് തീവ്രവാദികളുടേതെന്ന് കരുതപ്പെടുന്ന പല കെട്ടിടങ്ങളും ഇസ്രായേൽ സൈന്യം ഇതിനകം ഇടിച്ച് നിരപ്പാക്കി കഴിഞ്ഞു. ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ യാഹ്യ സിൻവർ ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതേസമയം ഇയാൾ ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടതായി പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. അതേസമയം ഇതൊക്കെ തന്നെ കള്ളക്കഥകളാണെന്നും ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിടിയിലാകാതെ രക്ഷപ്പെടാൻ വേണ്ടി യാഹ്യ സിൻവറിൻ്റെ അനുയായികൾ പറഞ്ഞു പരത്തുന്ന കള്ളക്കഥകളാണ് ഇതൊക്കെ എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം യാഹ്യ സിൻവറും കുടുംബാംഗങ്ങളും ഒരു ഭൂഗർഭ തുരങ്കത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നു.